ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. സോ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫി എന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൺസെപ്റ്റുകൾ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് ധാരാളം ആസ്പിറൻസ് പറയാറുള്ള ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്ത്യ മജിസ്റ്ററിലെ യൂട്യൂബ് ചാനലിലൂടെ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രിലിംസിനും മെയിൻസിനും കൂടെ ആവശ്യമായിട്ട് വരുന്ന ഇന്ത്യൻ ജോഗ്രഫി സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ചെയ്യുന്ന ഒരു സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ധാരാളം ആസ്പിറൻസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും തന്നെ ഉപകാരപ്പെട്ടു വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് DR കുള്ളറിൻ്റെ ഇന്ത്യ എ കോംപ്രിഹെൻസീവ് ജോഗ്രഫി. സോ ഇന്ത്യ കോംപ്രിഹെൻസീവ് ജോഗ്രഫി എന്ന DR കുള്ളറിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കി ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ ഇന്ത്യ മജിസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. സോ ദിസ് വിൽ ബി ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ ഇനി വരുന്ന ഓരോ വെനസ്ഡേയും 5 PM ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് വളരെ സിംപ്ലിഫൈ ആയിട്ട് ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്കത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഉപകാരപ്പെടുകയും ചെയ്യും. സോ അതാണ് ഈ വീഡിയോയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഈ ഒരു ഫസ്റ്റ് ദിവസം നമ്മൾ നോക്കുന്നത് ഇന്ത്യ ജോഗ്രഫി ലൊക്കേഷൻ ആൻഡ് ബേസിക് ഫീച്ചേഴ്സാണ്. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് ആദ്യം ബേസിക്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി എന്താണ് എന്ന് നമുക്ക് അറിയണം. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇന്ത്യ എ കോംപ്രിഹെൻസീവ് ജോഗ്രഫി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, DR കുള്ളർ പറഞ്ഞിട്ടുള്ളത് എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ച് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ ഈ എപ്പിസോഡ് 1 ഡിസ്കസ് ചെയ്യാം. ആൻഡ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് ക്ലാസ് ഇസ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ബോർഡർ റീജിയൻസ് ഓഫ് ഇന്ത്യ. സോ ബോർഡർ റീജിയൻസിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോർഡർ റീജിയൻസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്കൻഡ് എപ്പിസോഡും വരിക. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ മെയിൻലി സ്പെസിഫിക്കലി ഡിസ്കസിങ് ഓൺ ദ Indo-China ബോർഡർ. Indo-China ബോർഡറിനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. സോ എന്താണ് ബേസിക്സ് ഓഫ് ഇന്ത്യ? സോ ഇന്ത്യൻ ജോഗ്രഫി കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഫിസിക്കൽ ആസ് വെൽ as കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റുകളെ കുറിച്ചും കൾച്ചറൽ ആസ്പെക്റ്റുകളെ കുറിച്ചും, ഓർ ദ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ കൾച്ചറൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഫിസിക്കൽ ജോഗ്രഫിയും കൾച്ചറൽ ജോഗ്രഫിയും, ഓർ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഫിസിയോഗ്രഫി, ഇന്ത്യാസ് ഡ്രെയിനേജ്, ഇന്ത്യാസ് നാച്ചുറൽ വെജിറ്റേഷൻ, ഇന്ത്യാസ് സോയിൽ ടൈപ്സ്, agriculture, population, urbanization, transport and communication, industrial locations and industries, mineral deposits, so and so forth. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ടോപ്പിക്കാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയാം. യു ക്യാൻ സിംപ്ലി റെഫർ NCERT ആൾസോ. NCERT ടെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫി കൃത്യമായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ പോർഷൻസ് ഉണ്ട്. ബട്ട് നമുക്ക് മെയിൻസിലേക്ക് പോകുമ്പോൾ വി ഹാവ് ടു പ്ലസ് അനദർ ബുക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൂടി എടുക്കുന്നത്, ഇന്ത്യ എ കോംപ്രിഹെൻസീവ് ജോഗ്രഫി എന്ന് പറയുന്ന DR കുള്ളറിൻ്റെ ബുക്ക് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ what are the basics of India according to the geographical perspective? Geographical perspective വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം നോക്കാനുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ നോക്കാം, നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയുടെ മാപ്പ് കാണാം. സോ ഇന്ത്യ ഫിസിക്കൽ മാപ്പ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഹിയർ. സോ ഇന്ത്യ is a land which is situated in the South Asia part. So it is a part of Asian continent part ആണ്, situated in South Asia. So it is the 7th largest country in the world. ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. After Russia, after Canada, after USA, after China, after Brazil, after Australia, that is India. So it's the 7th largest after Russia, Canada, USA, China, Brazil, Australia.
Okay, 7th largest. And with a total area of 2.4%, ഇപ്പോൾ ഭൂമിയുടെ മുഴുവൻ എത്ര പെർസെൻറ്റേജ് ആണ് ഇന്ത്യ? 2.4, സ്പെസിഫിക്കലി സ്പീക്കിംഗ് 2.42% ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 2.42% ആണ്, ഈ ഭൂമിയുടെ 2.42% ആണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് അബൌട്ട് 17.5% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, ലോക ജനസംഖ്യയുടെ 17.5% ഉൾക്കൊള്ളുന്ന രാജ്യം കൂടിയാണ് ഇത് ഇന്ത്യ. ബിക്കോസ് India is the second largest populous country in the world. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പോപ്പുലസ് ആയിട്ടുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ഫസ്റ്റ് ചൈനയാണ്, നിങ്ങൾക്കറിയാം. These are the basic things. So another basic thing is about the location of India. So നമുക്ക് ലൊക്കേഷനെ കുറിച്ച് നോക്കണം. നമുക്ക് ആ ലൊക്കേഷനെ കുറിച്ച് നോക്കുമ്പോൾ we can see that in the northern part, mainly in the northeastern parts of India, we can see a syntaxial band of Himalayas. So northeastern part and northern part എന്താണ്? Himalayas ആണ് അല്ലേ? We can see Himalayas. And in the northwestern part of India also lies the Pakistan and Thar Desert. Pakistan boundaries can be found and Thar Desert can be found in the northwestern part of India. And in the south Indian Ocean, ഇന്ത്യയുടെ താഴ്ഭാഗത്ത് നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ഇന്ത്യൻ ഓഷൻ. ആൻഡ് ഇൻ ദ വെസ്റ്റ് അറേബ്യൻ സീ ആൻഡ് ഇൻ ദ ഈസ്റ്റ് ബേ ഓഫ് ബംഗാൾ. സോ അപ്പോൾ ബേ ഓഫ് ബംഗാൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആ മാപ്പിൽ കാണാം. സോ വി ക്യാൻ സീ അറേബ്യൻ സീ ഹിയർ, വി ക്യാൻ സീ ബേ ഓഫ് ബംഗാൾ ഇൻ ദ ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഇന്ത്യ, വി ക്യാൻ സീ ഹിമാലയാസ് ആൻഡ് വി ക്യാൻ സീ താർ ഡെസേർട്ട്, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ആൻഡ് ദിസ് Pakistan. Okay, so this is the basic location of India, situated in the southern part of Asia. It is a part of Asia. And also another important thing related to India was India is a subcontinent. India is called as a Indian subcontinent. What is subcontinent? A subcontinent is a region which is surrounded by water on 3 sides. Okay, water on 3 sides. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്തെയാണ് സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുക. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കൺസിസ്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കൺസിസ്റ്റ് ഓഫ് ഭൂട്ടാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ഓക്കെ, ബംഗ്ലാദേശ്, ഓക്കെ, ശ്രീലങ്ക, ഓക്കെ, മാൽദീവ്സ്. ഓക്കെ, സോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് so and so many countries also. അപ്പോൾ ഇന്ത്യ is also a subcontinent which is the subcontinent which surrounded by water on 3 sides. Okay, another important thing, the physiographic division of India. You have to know about the physiographic division. നമ്മൾ ഫിസിയോഗ്രഫിക് ഡിവിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡുകൾ പറയും. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാം. ഓക്കെ, സോ ഈ ഒരു റീജിയൻ നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം, ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, and this orange portion is represented as peninsular plateau, and this is west coastal plain and east coastal plain, and we can see Andaman Nicobar Islands and we can see Lakshadweep Islands here. So these are the physiographic divisions of India. First, what? Northern mountain system. Northern mountain system which consists of the Himalayan range. Second, North Indian plain. North Indian plain, which is also known as the Grand Area of India. It is the region which consists of alluvial soil, fertile alluvial soil, suitable for the cultivation of various crops. And the third, Peninsular Plateau. Peninsular Plateau is the largest physiographic division and the oldest physiographic division of India. Peninsular Plateau. And fourth one, Great Indian Desert or the Thar Desert. Great Indian Desert or the Thar Desert. Great Indian Desert or the Thar Desert. And the fifth one was the coastal plain. So India has 2 coastal plains, western coastal plain on the Arabian coast and eastern coastal plain in the Bay of Bengal coast. Western coastal plain is narrower and eastern coastal plain is more wider than the western coastal plain. So those coastal plains are originated due to the submergence and emergence mechanisms that will be discussed in the physiographic section of our Indian geography classes. Okay, the 6th physiographic division, the islands. India has a major 2 archipelagos or 2 islands, that is Andaman Nicobar Islands in Bay of Bengal and Lakshadweep Islands in Arabian Sea. So
these are the major physiographic divisions of India. Northern mountain system, North Indian plain, peninsular plateau, Great Thar Desert, coastal plain and islands. Okay, so another thing, another important location of India, another important point which is related to the basics of Indian geography. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക്സുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, വാട്ട് ഈസ് ദ നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യ? നോർത്തിൽ നിന്നും സൗത്ത് വരെ എത്ര എക്സ്റ്റൻഷൻ ഉണ്ട്? സോ ദ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ is situated in Ladakh. Northern most point എവിടെയാണ്? ലഡാക്കിലാണ്. Okay, it is situated in Ladakh. Northern most point is situated in Ladakh, and northern most point is also known as Indira Col. Northern most point is known as Indira Col, which is named by Norman Black. He is a traveler and a geographer in 1912. Indira Col. So according for the resemblance of the goddess Lakshmi. And the southernmost point, so there are two southernmost point. If it is southernmost point of the Indian Union, it is Andaman Nicobar, the Great Nicobar Island. A point consists of Indira Point. Indira Point is the southernmost point of the Indian Union. If it is in the southernmost point of the Indian subcontinent, it is Cape Comorin or Kanyakumari. So Indira Point or Pygmalion Point. Pygmalion Point. Another name was Patience Point. Patience Point. So it is the southernmost tip of or southernmost point of Indian Union. Indian Union. Okay, Indian Union അഥവാ ഇന്ത്യയുടെ southernmost point ആണ് Indira Point or Pygmalion Point. So southernmost point of Indian subcontinent എന്നാണെങ്കിൽ അത് വേറെയാണ്. Okay, Indian subcontinent ആണെങ്കിൽ that is Kanyakumari. Okay, Kanyakumariയാണ്. Kanyakumari. Okay, Kanyakumari. So ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സദേൺ മോസ്റ്റ് പോയിന്റ് ആണെങ്കിൽ അത് ഇന്ദിര പോയിന്റ് ഓർ പിഗ്മാലിയൻ പോയിന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ആണെങ്കിൽ ഇറ്റ്സ് കന്യാകുമാരി. ഓക്കെ, സദേൺ മോസ്റ്റ് പോയിന്റ് ഇസ് കന്യാകുമാരി. ആൻഡ് another important thing, what is the distance from north to south? അത് നമ്മൾ പറഞ്ഞില്ല. നോർത്തിൽ നിന്നും സൗത്ത് വരെ 3214 കിലോമീറ്റർ ആണ് ലെങ്ത്. ഓക്കെ, നോർത്ത് ടു സൗത്ത്, ഇന്ത്യയുടെ നോർത്തിൽ നിന്നും സൗത്ത് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 3214 കിലോമീറ്റർ, 3214 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് ഫ്രം ദി ഈസ്റ്റ് ടു വെസ്റ്റ്, which is the easternmost point of India? So the easternmost point of India is situated in in Arunachal Pradesh, that is Kibuthi. So the easternmost point of India is situated in the state of Arunachal Pradesh. What is the importance of the state of Arunachal Pradesh? It is also known as the paradise for botanists. So many types of fauna can be found in flora and fauna are found in Arunachal Pradesh. So many types of orchids, so many types of plants are being found in Arunachal Pradesh. So it is also known as the paradise of botanists. It is the northeast or the easternmost state of India where the sun firstly rise into the Indian mainland. Okay, so in Arunachal Pradesh there is a place called Kibuthi. It is the easternmost point of India. And in west, which is the westernmost point? Westernmost point is Guharmoti. So where Guharmoti? ഗുജറാത്തിലാണ്. ഓക്കെ, ഗുഹാർമോത്തി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റിലുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിലാണ് ഗുഹാർമോത്തി. സോ ഡിസ്റ്റൻസ് 2933 കിലോമീറ്റർ. സോ 2933 കിലോമീറ്റർ ആണ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റ് വരെയുള്ള 2933 കിലോമീറ്റർ. ഓക്കെ, സോ വെസ്റ്റ് ടു ഈസ്റ്റ്. So these are the basic things we have to know about India. So India consists of 28 states. You all know about that. Okay, and also 8 union territories. You also know about that. Those are the basic things. So we are talking about the geographical Indian geographical basics. Okay, basics of Indian geography. Okay, so these things you have to know about. Physiographic division നമ്മൾ പറഞ്ഞു, നോർത്ത് സൗത്ത് എക്സ്റ്റെൻറ്റ് നമ്മൾ പറഞ്ഞു, ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻറ്റ് നമ്മൾ പറഞ്ഞു, എത്ര കിലോമീറ്റേഴ്സ് ആണ്, എവിടെ മുതൽ എവിടം വരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്. സോ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ. അടുത്തൊരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ
ലൊക്കേഷൻ ഓഫ് ഇന്ത്യ. സോ ലാറ്റിറ്റ്യൂഡ് പാസിംഗ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി ഒരു ലാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 degree north latitude. 23.5 degree north latitude, Tropic of Cancer, which is passing through 8 states in India. എത്ര സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു? 8 states in India, namely Gujarat, Rajasthan, Madhya Pradesh, Chhattisgarh, Jharkhand, West Bengal, Tripura and Mizoram. So the 8 states, 8 സ്റ്റേറ്റിലൂടെ എന്ത് കടന്നു പോകുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു. And what is the latitudinal extent of India? Latitudinal extent of India is from 8 degree 4 minute north to 37 degree 6 minute north. Latitudinal extent of India is from, ഓർക്കണം, latitudinal extent about 30 degree differences can be found in between the latitudes. Okay, 30 ഡിഗ്രി വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. 8 degree 4 minute to 37 degree 6 minute north, because India is purely situated in the northern hemisphere of Earth. Okay, northern hemisphere ലാണ്. And which is the major longitude passing through India? A major longitude which is also known as Indian Standard Meridian. Indian Standard Meridian, which is used for calculating the standard time of India, or which is used for calculating Indian Standard Time or IST. Indian Standard Time കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോങ്ജിറ്റ്യൂഡ് ഉണ്ട്, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ആൾമോസ്റ്റ് മിഡിൽ ഓഫ് ദ കൺട്രി. ഇറ്റ് ഈസ് നോൺ ആസ് 82.5 degree ഈസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്. 82.5 degree east longitude. 82.5 degree east longitude, which is passing through 5 states in India. ഇന്ത്യയിലെ 5 സ്റ്റേറ്റിലൂടെ ഇതെന്ത് ചെയ്യുന്നു? കടന്ന് പോകുന്നു. ഇന്ത്യയിലെ 5 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. ഓർക്കണം, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു? 5 states, namely ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിലൂടെ, മധ്യപ്രദേശിലൂടെ, ഛത്തീസ്ഗഡിലൂടെ, ഒഡീഷയിലൂടെ, ആന്ധ്രാപ്രദേശിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, സോ ഈ ഒരു 82.5 degree ഈസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണ്ടെത്തുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ബൗണ്ടറീസ് ഓഫ് ഇന്ത്യ. India has boundaries with Bangladesh in the north, in the southeastern portion, in the eastern portion, not northeastern, in the eastern portion of India. Eastern portionലേക്ക് വന്നാൽ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ബൗണ്ടറീസ് ഉണ്ട്, ലാൻഡ് ബൗണ്ടറി. സോ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. 4096 കിലോമീറ്റർ, 4096 കിലോമീറ്റർ. ഓർക്കണം, ലോങ്ങസ്റ്റ് ലാൻഡ് ബൗണ്ടറി, ഏറ്റവും വലിയ ലാൻഡ് ബൗണ്ടറി ഉള്ളത് ഇന്ത്യക്ക് ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. 4096 കിലോമീറ്റർ ആണ്. ആൻഡ് നെക്സ്റ്റ് പാകിസ്ഥാൻ. ഇൻ ദ നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ പാർട്ട്, പാകിസ്ഥാൻ 3310 കിലോമീറ്റർ. ആൻഡ് ഇൻ ദ അഫ്ഗാനിസ്ഥാൻ, ഇൻ ദ നോർത്തേൺ പാർട്ട് a single 80 kilometer, very small boundary. And China, in the north and northeastern part, 3917 kilometer. And Nepal, Bhutan, Myanmar. So Maldives and Sri Lanka consist of marine boundary or coastal boundary. ശ്രീലങ്കയും മാൽദീവ്സുമായിട്ടുള്ളത് മറൈൻ ബൗണ്ടറി ആണ്. ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക there is a strait called Palk Strait. ഒരു കടലിടുക്ക് നമുക്ക് കാണാം, Palk Strait. Small portion of water, this water which separates two land are called as strait. We can see so many straits. Gibraltar Strait, okay, Bering Strait. Such type of straits can be found in most of the regions in Earth. So there is a strait which is found in between India and Sri Lanka, is the Palk Strait, which divide India and Sri Lanka. And Maldives and Sri Lanka, which have a marine boundary with the India. ആയിട്ട് എന്ത് ബൗണ്ടറി ഉള്ളത്? മറൈൻ ബൗണ്ടറി ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ സ്പെസിഫിക്കലി ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബൗണ്ടറീസ് നമ്മൾ ലൊക്കേഷൻ ബേസിൽ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ബോർഡർ വിത്ത് ചൈനയുമായിട്ടുള്ള ബോർഡറാണ്. 4 states, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് ആൻഡ് ലഡാക്ക്. ലഡാക്ക് ഇസ് എ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, സോ 4 സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയുമായിട്ടാണ് ആർക്ക് പ്രധാനമായിട്ടും ലൊക്കേഷൻ ഉള്ളത്? നമ്മുടെ ചൈനയ്ക്ക് ഇന്ത്യ ചൈന ബോർഡർ വരുന്നത്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം,
അരുണാചൽ പ്രദേശ്. ആൻഡ് ഏത് യൂണിയൻ ടെറിട്ടറിയുമായിട്ടാണ്? ലഡാക്ക്. ഓക്കെ, ലഡാക്കുമായിട്ടാണ്. സോ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ്. സോ ഇൻഡോ-ചൈന ബോർഡർ is a product of the Manchu policy, the Manchu dynasty which ruled over China, and Chinese Republican policy and British policy. So this according to these three policies, ഈ 3 നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇൻഡോ-ചൈന ബോർഡർ ഉണ്ടായിട്ടുള്ളത്. മാഞ്ചു പോളിസി, Chinese Republican policy and British policy. But China never accepted this. So China never accepted. From when it is in 1949 October 1, the Chinese Republican Army or the People's Republic of China and Communist Party of China became the rulers of China. They didn't accept this. It created 1962 the Sino-Indian War, which created so many devastating problems in the Indo-China border. We lost Aksai Chin and Nefa borders, with so many regions were acquired by the Chinese army forces. So this Indo-China border is never accepted by the Chinese Communist Party. Chinese Communist Party ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് സോ മെനി പ്രോബ്ലംസ് ആർ റീസെൻ്റ്ലി ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡോ-ചൈന ബോർഡർ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. ഇൻഡോ-ചൈന ബോർഡർ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 types. എത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ദ വെസ്റ്റേൺ സെക്ടർ, മിഡിൽ സെക്ടർ ആൻഡ് ദ ഈസ്റ്റേൺ സെക്ടർ. വെസ്റ്റേൺ സെക്ടർ എന്നും മിഡിൽ സെക്ടർ എന്നും ഈസ്റ്റേൺ സെക്ടർ എന്നും 3 ആയിട്ട് ഇൻഡോ-ചൈന ബോർഡറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വെസ്റ്റേൺ സെക്ടർ. സോ വെസ്റ്റേൺ സെക്ടർ കൺസിസ്റ്റ് ഓഫ് ദ ലഡാക്ക്, Uttarakhand and Himachal Pradesh. So many passes here. We can see Zojila Pass. Okay, we can see Zojila Pass here in the Himachal Pradesh, which is connecting with the Tibet. So the western sector consists of Ladakh, Himachal Pradesh, Uttarakhand, which are being with the boundary with the Xinjiang province in China. ചൈനയിലെ സിൻകിയാങ് പ്രൊവിൻസുമായിട്ടുള്ള ബോർഡറാണ് നമുക്ക് ഈ ഒരു വെസ്റ്റേൺ സെക്ടറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ 2152 കിലോമീറ്റർ, 2152 കിലോമീറ്റർ ആണ് ഇൻഡോ-ചൈന ബോർഡറിലെ വെസ്റ്റേൺ സെക്ടറിൽ വരുന്നത്. 2152 kilometer separates Ladakh from Xinjiang province of China. That is very important point. Separates Ladakh from Xinjiang province with China. Runs along Mustaghatha range. Mustaghatha is the second highest hill in Tibetan Plateau. Tibetan Plateau second highest hill ആണ് ഏത്? Mustaghatha range. And Akhil mountain is a pass also. There is a pass called Akhil Pass which is separating China from Ladakh. ലഡാക്കിൽ നിന്നും ചൈന സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാസ് കൂടിയാണ് അഖിൽ പാസ്. ആൾസോ ഫിസിക്കൽ ബൗണ്ടറീസ് വിത്ത് ഗിൽഗിത് ആൻഡ് സിൻകിയൻ product is a policy of British policy defined in 1665 and 1686. അപ്പോൾ ഈ വെസ്റ്റേൺ സെക്ടർ, ഇൻഡോ ചൈന ബോർഡറിലെ വെസ്റ്റേൺ സെക്ടർ ഉണ്ടായി വന്നത് 1665 1686 ബ്രിട്ടീഷ് പോളിസിയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഒരു വെസ്റ്റേൺ സെക്ടർ ഓഫ് ഇൻഡോ ചൈന ബോർഡറിൽ സിൻകിയാങ് പ്രൊവിൻസും അതുപോലെ ലഡാക്കും തമ്മിലാണ് പ്രധാനമായിട്ടും ബോർഡർ ഉള്ളത്. ഓക്കെ, 2152 കിലോമീറ്റർ. So this is the middle sector. Okay, middle sector ആണ്. So middle sector consists of mainly the western end of Nepal and with Uttarakhand also. In between Nepal and Uttarakhand, it is the middle sector. So middle sector 625 kilometer, 625 kilometer. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതാണ് മിഡിൽ സെക്ടർ. Runs the watershed regions of Ladakh ആൻഡ് നേപ്പാൾ, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാളൊക്കെ വരുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ഈസ് ഡെമാർക്കേറ്റഡ് ബൈ വാട്ടർ ഷെഡ് ബിറ്റ്വീൻ സത്ലജ്. സോ ഒരുപാട് നദികളുടെ വാട്ടർ ഷെഡ് വരുന്ന ഒരു റീജിയൻ ആണ്. UPSC ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഒരുപാട് റീജിയൻസിൻ്റെ വാട്ടർ ഷെഡ് വരുന്ന ഒരു റീജിയൻ ആണ് നമ്മളെ മിഡിൽ സെക്ടർ ഓഫ് ഇൻഡോ ചൈന ബോർഡർ. സത്ലജ്, ഇറ്റ് ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. കാളി, Bhagirathi and Alagananda. Okay, which is also related with Bhagirathi and Alagananda are related with Ganga and Kali. So Kali is the major river in Nepal. Okay, so we know that about the Nepal Himalayas in between the Kali river. Okay, Satluj, Kali, Bhagirathi and Alagananda are the important watershed we can find in middle sector, and it consists of Shipkila. Shipkila is a pass which is connecting Tibet with
ഹിമാചൽ. ഹിമാചലിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഏത്? സോജില. സോറി, നോട്ട് സോജില, ഷിപ്കില. ഷിപ്കില is a pass which is connecting Tibet with Himachal can be found in the middle sector of the Indo-China border. Indo-China border middle sector കാണാനായിട്ട് സാധിക്കും. Okay. So moving on to the next, eastern sector. Eastern sector mainly consists of who? Arunachal Pradesh. Here from the another end of Nepal to Arunachal Pradesh, and we can also see Myanmar. So this is an extension from Nepal, Arunachal Pradesh, and it is flowing through Myanmar also. Myanmar vare ഉണ്ട്. Okay, Myanmar vare ഉള്ളതാണ്. Arunachal Pradesh to Myanmar വരെയാണ് നമുക്ക് eastern sector of the Indo-China border കാണാൻ സാധിക്കുക. So it is a tri-junction. The eastern sector is a tri-junction between India, China and Myanmar. India, China and Myanmar. There is a tri-junction we can find in the eastern sector. 1140 kilometer. 1140 kilometer. 1140 kilometer ആണ് ഇതിനകത്ത് വരുന്നത്. And eastern limit of Bhutan. നേപ്പാൾ കഴിഞ്ഞു ഭൂട്ടാൻ, ആൻഡ് ഭൂട്ടാൻ്റെ ഈസ്റ്റേൺ ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാസ്സുണ്ട്, താലു പാസ്. താലു പാസ് അപ് ടു താലു പാസിൽ തുടങ്ങി ട്രൈ ജംഗ്ഷൻ ഓഫ് മ്യാൻമർ, ഇന്ത്യ ആൻഡ് ചൈന വരെയാണ് നമുക്ക് ഈസ്റ്റേൺ സെക്ടറിൻ്റെ ഇൻഡോ ചൈന ബോർഡർ കാണാൻ സാധിക്കുക. സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ദിസ് ഈസ് എ മക്മോഹൻ ലൈൻ. ദിസ് ഈസ് യൂഷ്വലി ദ മക്മോഹൻ ലൈൻ. ദി ഈസ്റ്റേൺ സെക്ടർ ഈസ് യൂഷ്വലി ദ മക്മോഹൻ ലൈൻ. സോ ഇഫ് UPSC will ask a statement, the entire Indo-China border is the McMahon line. That statement is wrong. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് usually, which is the McMahon line? Which is the line which is created by a McMahon for Indo-China? That is the eastern sector only. ഏത് മാത്രമേ വരുന്നുള്ളൂ? ഈസ്റ്റേൺ സെക്ടർ മാത്രമാണ് വരുന്നത്. എൻറ്റയർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈസ്റ്റേൺ സെക്ടർ എന്ന് പറയുന്നു മക്മോഹൻ ലൈൻ ശരിയാണ്. 83,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ claimed by China. ചൈന പറയുന്നത് ഈസ്റ്റേൺ സെക്ടർ, so and so many problems of facing by India. 83,000 square kilometer of the eastern sector claimed that China was claimed that it is southern Tibet. Cultural aspects were related to the China. Cultural aspects were related to China. And അവിടുത്തെ ലാംഗ്വേജ് ആയാലും സംസ്കാരങ്ങളായാലും ഇതൊക്കെ ചൈനയുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചൈന പറയുന്നത്. സോ ചൈന പറയുന്നത് ഇവിടെ ഒരു 83,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ സദേൺ ടിബറ്റ് ആണെന്ന് ഒരു പ്രോബ്ലം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ടർ കൂടി പഠിച്ചു നോക്കുക. 1140 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ ദ ചൈനീസ് ബോർഡർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3: വെസ്റ്റേൺ സെക്ടർ, മിഡിൽ സെക്ടർ ആൻഡ് ഈസ്റ്റേൺ സെക്ടർ. ഓർക്കണം, മക്മോഹൻ ലൈൻ ഈസ് ഓൺലി ഈസ്റ്റേൺ സെക്ടർ. സ്പെസിഫിക്കലി മക്മോഹൻ ലൈൻ എന്താണ്? ഈസ്റ്റേൺ സെക്ടർ ആണ്. ഓക്കെ, സോ വാട്ട് ആർ ദ ചൈനീസ് അഗ്രസീവ് പോളിസീസ്? അതുകൂടി നമുക്ക് നോക്കാം. ചൈനയുടെ അഗ്രസീവ് പോളിസീസ്, ഇന്ത്യക്കെതിരെയുള്ള ചൈനയുടെ അഗ്രസീവ് പോളിസി. മൊട്ടുവ ഡാം ഇൻ ദ ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര റിവർ, ഇറ്റ് ഈസ് എ 3,800 മെഗാവോൾട്ട് ഡാം ഫോർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. അപ്പോൾ ചൈന മൊട്ടുവ ഡാം നിർമ്മിക്കുന്നത് ഇൻ ദ എഡ്ജ് പോർഷൻ ഓർ ദ U-turn പോർഷൻ ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഒരു U-turn എടുത്താണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ലൈക്ക് ദിസ് നംച ബർവ ദിസ്. അപ്പോൾ ആ ഒരു U-turn എടുക്കുന്ന പോർഷനിലാണ് മൊട്ടുവ ഡാം നിർമ്മിക്കുന്നത്. അപ്പോൾ അത് ബ്രഹ്മപുത്രയുടെ ഇന്ത്യയിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഫ്ലോയെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യക്ക് ബ്രഹ്മപുത്രയിൽ നിന്നുള്ള വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ചൈനയുടെ ലക്ഷ്യം, മൊട്ടുവ ഡാം. ആൻഡ് എ റെയിൽ പ്രോജക്റ്റ് ഫ്രം ബീജിംഗ് ടു ലാസ. ബീജിംഗ് മുതൽ ലാസ വരെയുള്ള അബൌട്ട് 3,900 കിലോമീറ്റർ ട്രെയിൻ ബീജിംഗ് ടു ലാസ, വിച്ച് ഈസ് ആൾസോ കണക്ടിങ് ഇന്ത്യ ബോർഡർ. ഇന്ത്യ ബോർഡറിലേക്ക് ആർമീസിനെ എത്തിക്കുക എന്നുള്ളത്, പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റെയിൽ പ്രോജക്റ്റ് ബീജിംഗ് ടു ലാസ ഉള്ളത്. അടുത്ത CPEC, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. ചൈന പാകിസ്ഥാൻ economic corridor. So corridor is running in around India through the oceans. That is from the Gwadar port of Pakistan to the Kashgar town of China. Kashgar town of China. China Kashgar town vareyana. Okay, so India is building Chabahar port in Iran for restricting the China-Pakistan economic corridor. അതിനെതിരെയായിട്ട് ബദലായിട്ട് ഇന്ത്യ ചബഹാർ പോർട്ട് പണിയുന്നുണ്ട് ഓൺ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് കൂടി ആരുമായിട്ടുണ്ട്?
Chinese aggressive policies കൂടി നമുക്ക് പറയാൻ പറ്റും. Motua Dam Rail Project of Beijing Lhasa and also the China-Pakistan Economic Corridor. So ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനുള്ളത്. സോ നമ്മൾ ബേസിക്സിനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ ഈ നോർത്ത് സൗത്ത് ലെങ്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈസ്റ്റ് വെസ്റ്റ് ലെങ്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു, നോർത്തേൺ മോസ്റ്റ് ആൻഡ് സദേൺ മോസ്റ്റ് പോയിന്റ് പറഞ്ഞു, latitude and longitudinal extension. Longitudinal extension of India 68 degree east to 97 degree 25 minute east and India longitudinal division. So India is purely situated in the eastern hemisphere also. Okay, eastern hemisphere ആണ്. അപ്പോൾ അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബോർഡറിലേക്കാണ് കടന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് ഇൻഡോ ചൈന ബോർഡറാണ്. വെസ്റ്റേൺ സെക്ടർ ഉണ്ട്, മിഡിൽ സെക്ടർ ഉണ്ട്, ഈസ്റ്റേൺ സെക്ടർ ഉണ്ട്. അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഇനി അടുത്ത പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടുള്ള ഓരോ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള സ്പെസിഫിക് ബൗണ്ടറീസിനെ കുറിച്ച് പറയും. സോ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി നെക്സ്റ്റ് വെനസ്ഡേ 5 PM. അടുത്ത വെനസ്ഡേ, അടുത്ത ബുധനാഴ്ച, ഇനി ഓരോ ബുധനാഴ്ചയും വൈകുന്നേരം 5 PM നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി സെഷനുമായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി സെഷൻ വളരെ സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ലക്ഷ്യം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത ബുധനാഴ്ച 5 PM നമുക്ക് വീണ്ടും കാണാം. സോ വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.